അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം വളരെ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിത്തരും. അത് അള്ളാഹു നമുക്ക് നൽകിയൊരു അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അള്ളാഹുവിനിക്ക് നന്ദി ചെയ്ത് ജീവിക്കുവാനുള്ള അവസരം എത്ര കണ്ട് നമുക്ക് ഉണ്ട്, അത്രത്തോളം അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തു തന്നിരിക്കുന്നത്. വലിയ സന്തോഷമാണ് അള്ളാഹു നമ്മളോട് കാണിച്ചിട്ടുള്ളത്. കാരണം ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീക്ക് തന്നല്ലോ. ആ ഒരു തൗഫീക്കാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിക്ക് വേണ്ടത്. ആ ഒരു തൗഫീക്കിനെയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. കാരണം ഈ ഒരു ലോകത്തിൽ നിന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമ്മളുടേതായിട്ട് നമുക്ക് ഉണ്ടാവുന്ന നന്മകൾ അത് നമ്മുടെ ആത്മാവിന് ശക്തി വർദ്ധിക്കുകയും പരലോകത്ത് നമുക്കൊരുപാട് പ്രത്യേകതകൾ ഉണ്ടാക്കുകയും പരലോകത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതും സാധിക്കുന്നതുമായ ഒരു കാര്യമാണ് നന്മകൾ നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളത്. നന്മകൾക്ക് ഒരുപാട് കാരണങ്ങളും ഉണ്ടാകാം. എല്ലാവർക്കും ഒരുപോലത്തെ നന്മകൾ ചെയ്യാൻ സാധിച്ചു കൊള്ളണം എന്നുമില്ല. ചില ആളുകൾക്ക് ചില നന്മകൾ ചെയ്യാം. നമ്മൾ കണക്കാക്കുന്നതെല്ലാം റബ്ബിൻ്റെ തീരുമാനമാണ്. ചില ആളുകൾക്ക് വേറെ തരത്തിലുള്ള നന്മകളാണ്. എന്നാൽ എല്ലാവർക്കും പറ്റാവുന്ന പൊതുവായിട്ട് അറിയപ്പെടുന്ന ഒരുപാട് വലിയ ഇബാദത്തുകളും നന്മകളും ഒക്കെ ഉണ്ട്. ഇപ്പം നിസ്കാരം, ഹജ്ജ് എല്ലാവർക്കും ഉള്ളതാണല്ലോ. എന്നാൽ രോഗികളായിട്ടുള്ള ആളുകൾ, അവർക്ക് പ്രതിഫലം കിട്ടാൻ അല്ലാഹു തആല അവസരം കൊടുത്തു. രോഗികളായ ആളുകൾക്ക് ചില രോഗത്തിന് അല്ലെങ്കിൽ ചില വേദനകൾ, പ്രയാസങ്ങൾ, അവർക്കൊരുപാട് സമയം നിന്ന് നിസ്കരിക്കാൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ നന്മ ചെയ്യാൻ അള്ളാഹു അവസരം കൊടുത്തു. അതെങ്ങനെയാണെന്ന് അറിയേണ്ടത് അത് നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ച് പഠിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം. അതാണ് ഇൽമ് തേടണം, അറിവ് തേടണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. അതുപോലെ ചില ആളുകൾക്ക് ധാരാളം ഭംഗിയായിട്ട് ഖുർആൻ ഓതാൻ കഴിയും. എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ധാരാളം നന്മകൾ അവർ നേടിയെടുക്കുന്നു. എന്നാൽ അതിന് കഴിയാത്ത ആളുകൾക്ക് അവർക്കും നന്മ കിട്ടാനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തലാണ് നമ്മളെ ബാധ്യത. എന്നാൽ ചില ആളുകൾക്ക് ധാരാളം സമ്പത്തുണ്ടാകും. ആ സമ്പത്തുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ചെലവഴിക്കാനുള്ള മനസ്സും ഉണ്ടാവുന്നു.
അവർ വലിയ ഭാഗ്യവാന്മാരാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമാണുള്ളത്. എന്നാൽ സമ്പത്ത് എല്ലാവർക്കും സമ്പത്ത് കൊടുത്തോളണമെന്നില്ല. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്നതാണ്. എല്ലാവർക്കും കിട്ടൂല. കിട്ടുന്നില്ല എന്നുള്ളത് അവരെ അള്ളാഹു അവഗണിച്ചു എന്നതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് ഇവർ ധാരാളം ധർമ്മം ചെയ്യുന്നതിന് പകരം പാവപ്പെട്ടവരായ ആളുകൾക്ക് നന്മ കിട്ടാനുള്ള ഒരുപാട് വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാരണം സമ്പത്തുള്ളവൻ അതിൻ്റേതായ വിചാരണ നേരിടണം. ഓരോ രൂപക്കും കണക്ക് കണ്ടെത്തണം, വിചാരണ നേരിടണം. എന്നാൽ ഒരു സമ്പത്തുമില്ല, ഒന്നുമില്ല, ആ ആൾക്ക് വിചാരണ കുറയല്ലേ? അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണ ഉണ്ടാവില്ല. അപ്പം അള്ളാഹു തആല നമുക്ക് കണക്കാക്കുന്നത് എന്താണോ അത് ഖൈറാണ്. അത് ഖൈറായിട്ട് നമ്മൾ കാണണം. നന്മയുടെ രൂപത്തിലാണെങ്കിൽ അത് നാം നന്മയോടെ മനസ്സിലാക്കണം. തെറ്റ് ചെയ്യാനുള്ള ഒരവസരങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അതും വിശ്വാസി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് നന്മകൾ. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ നിയമം അവനിക്ക് എല്ലാ വെള്ളിയാഴ്ചയിലും ജുമുഅക്ക് പോകൽ നിർബന്ധമാണ്. അത് ഫർള് ഐനാണ്. ഓരോ വ്യക്തിയും ചെയ്യൽ നിർബന്ധമാണ്. കാരണം എന്തുകൊണ്ട്? അവനിക്ക് ജുമുഅ ഒഴിവാക്കാനുള്ള തടസ്സം എന്ന് പറയുന്നത് ഒന്ന് രോഗമാണ്, അല്ലെങ്കിൽ അവനിക്ക് യാത്രകൾ പോകേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ മാത്രമല്ലേ അവർക്ക് ജുമുഅ ഒഴിവാക്കാനുള്ള ഒരു കാരണമായി ഇസ്ലാം ദീന് പഠിപ്പിക്കുന്നത്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കൽപ്പന എന്താണ്? അവർക്ക് ജുമുഅ നിർബന്ധമില്ല. ജുമുഅക്ക് വരണ്ടെന്ന് തന്നെയാണ്. ജുമുഅക്ക് അവർ വരരുത്, അവർക്ക് ജുമുഅ ഇല്ല. എന്തുകൊണ്ടില്ല? അവരതിൻ്റെ അർഹരല്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് തടസ്സമായത് നീങ്ങിയേക്കാം. ഇപ്പം യാത്രയാണ് ഒന്ന്. അത് എല്ലാ കാലത്തും ഒരാൾ യാത്രക്കാരനാവില്ലല്ലോ. യാത്ര നീങ്ങും. രോഗം മാറിയാൽ അയാൾക്ക് ജുമുഅ നിർബന്ധമാണ്. പുരുഷൻ എന്നുള്ള ആ ഒരു പൗരുഷം ജുമുഅക്ക് തടസ്സമാകണില്ല, ജുമുഅ നിർബന്ധമാകണം. എന്നാൽ സ്ത്രീ എന്നുള്ള സ്ത്രീത്വം ജുമുഅക്ക് തടസ്സമാണ്. അത് നീങ്ങണില്ല. സ്ത്രീ മാറി ഒരാൾ പുരുഷനാകണില്ലല്ലോ, ആകൂലല്ലോ. അതല്ലേ സത്യം. അതുകൊണ്ട് അപ്പം ജുമുഅയിൽ പങ്കെടുത്ത പ്രതിഫലം വലിയ പ്രതിഫലമാണ്, ഹജ്ജ് ചെയ്ത കൂലിയാണ്. എന്നാൽ അതുപോലത്തെ നന്മകൾ ഉണ്ടാക്കാൻ സ്ത്രീകൾക്കും അല്ലാഹു തആല അവസരങ്ങൾ വെച്ചിട്ടുണ്ട്, ധാരാളം അവസരങ്ങൾ വെച്ചിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം പറയാം, ധാരാളം, അതല്ല നമ്മൾ വിഷയം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ പിതാവ് ഇവർക്കൊക്കെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്ന, സേവനം ചെയ്തു കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമായിട്ടാണ് ദീന് കാണുന്നത്. അത് ചെയ്യുന്ന പ്രവർത്തനത്തിന് കൂലി കിട്ടുന്ന ഉറപ്പാണ്. കാരണം അവിടെ നിസ്കാരത്തിലല്ലേ ഖുശൂ ഉള്ളൂ. ഖുശൂ ഇല്ലാത്ത നിസ്കാരത്തിന് അള്ളാൻ്റെ അടുക്കൽ കൂലിയില്ലല്ലോ. എന്നാൽ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അത് കൂലിയാണ്. അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോട് നല്ല ഒരു രൂപത്തിൽ സംസാരിച്ചു, അത് കൂലിയാണ്. അതിൽ ഖുശൂവിൻ്റെ പ്രശ്നം വരുന്നില്ല. അത് അള്ളാഹുവിനെ വിചാരിച്ചിട്ടാണോ എന്നുള്ളതാണ് അവിടെ ഒരു കാര്യം. അതാണെങ്കിൽ ആ സ്ത്രീക്ക് കൂലി കിട്ടി. എന്നാൽ ഈ പുരുഷന് ജുമുഅ നിസ്കരിക്കുമ്പോൾ അവിടെ ജുമുഅ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ തുടങ്ങിയ ഇതൊക്കെ ശ്രദ്ധയോടെ നിർവഹിക്കുമ്പോഴാണ് ആ പുരുഷൻ്റെ ജുമുഅ ഹജ്ജിൻ്റെ കൂലിയുള്ളതാകുന്നത്.
സ്ത്രീക്ക് ആ ജുമുഅക്ക് പോകുന്ന ഭർത്താവിന് എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു സേവനം ചെയ്തു കൊടുത്താൽ കൂലി കിട്ടുന്നു. ആ കൂലിക്കോ അവിടെ ഖുശൂ, ഭയഭക്തിയും വിഷയമാകണില്ല. ആ ചെയ്യണ പ്രവർത്തനം കൊണ്ട് തന്നെ കൂലി കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ ഒന്ന് ആകണം എന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ അള്ളാഹു നമുക്ക് ചെയ്യുന്നൊരു പ്രതിഫലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ, ആ ഒരു ഹദീസാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് ഹദീസ് ഇമാം അബൂ ദാവൂദ് രേഖപ്പെടുത്തുന്നുണ്ട്. റളിയല്ലാഹു അൻഹു, മൻ ഖറജ മിൻ ബൈത്തിഹി മുതത്വഖിറൻ ഇലാ സ്വലാത്തി, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് നല്ല ഒളു കൊടുത്ത് ശുദ്ധിയായിട്ട് നിസ്കാരത്തിലേക്ക് പുറപ്പെട്ടാൽ, പുരുഷനാകുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം, സ്ത്രീയാകുമ്പോൾ വീട്ടിൽ നിസ്കരിക്കണം. രണ്ട് കൂട്ടർക്കും കൂലി കിട്ടും. പുരുഷന് അധികം കൂലി കിട്ടും, കാരണം പള്ളിയിലേക്ക് കുറച്ച് അധികം ചിലപ്പോൾ നടക്കേണ്ടി വരുമല്ലോ. സ്ത്രീയാകുമ്പോൾ അവളെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, പുറത്തുനിന്ന് മുറ്റത്തുനിന്ന് ഒന്നുണ്ടാക്കി വീട്ടിലേക്ക് ചെല്ലുന്നത് വരെ ആ ഒരു നടത്തം അത്രേ കൂലി കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞുവല്ലോ, അവർക്ക് കൂലി കിട്ടാൻ വേറെ അള്ളാഹു സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫഅജ്റു, അപ്പോൾ ആ ആൾക്കുള്ള കൂലി അജ്രിൽ ഹാജിൽ മുഹ്രിമി, ഇഹ്റാം ചെയ്ത ഒരു ഹാജിയുടെ കൂലിയാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ആ ഹജ്ജ് പൂർത്തീകരിക്കപ്പെടുന്നത് വരെ, ഹജ്ജിൻ്റെ ഒന്നാം തഹല്ലുലും രണ്ടാം തഹല്ലുലും ഒക്കെ കഴിഞ്ഞ് ഹജ്ജിൽ നിന്ന് പൂർണ്ണമായും അയാൾ വിരമിക്കുന്നത് വരെ എത്രത്തോളം കൂലി അയാൾക്ക് കിട്ടും, അത്രത്തോളം അതുപോലത്തെ ഒരു കൂലി ഈ പറയുന്ന ആൾക്ക് ലഭിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. എന്താണ് അയാൾ ചെയ്ത നന്മ? മൻ ഖറജ മിൻ ബൈത്തിഹി മുതത്വഖിറ, ശുദ്ധിയുള്ളവനായി ഉളൂ ചെയ്തവനായി തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, അയാൾക്കുള്ള കൂലി ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിമി, അയാൾക്കുള്ള കൂലി ഇഹ്റാം ചെയ്ത ഒരു ഹാജിക്കുള്ള ഹജ്ജ് ചെയ്യുന്നവനുള്ള കൂലിയാണ്. ഇഹ്റാം ചെയ്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ നിഷിദ്ധമാണ്. നേരത്തെ ഹലാലായ പല കാര്യങ്ങളും ഹറാമാണ്. അത്രത്തോളം ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, അവർ ചൊല്ലുന്ന ദിക്ർ എന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, തൽബിയത്താണ് അവർ ചെല്ലുന്നത്, സ്വലാത്ത് ആണ്, ദിക്റാണ്. ഇതൊക്കെ വലിയ കൂലിയല്ലേ? അതല്ല, ഇഹ്റാം ചെയ്ത ആൾ മരണപ്പെട്ടാൽ പോലും അയാളെ ഇഹ്റാമിൻ്റെ വേഷത്തിൽ, ഇഹ്റാമിൻ്റെ ആ ചിട്ടയോടെ തന്നെ അദ്ദേഹത്തെ ഖബറടക്കണം എന്നൊക്കെയാണല്ലോ, കഫൻ വസ്ത്രം മൂടണം എന്നൊക്കെയാണല്ലോ നിബന്ധന. പുരുഷൻ തല മറക്കാൻ പാടില്ല, സ്ത്രീ മുഖം മറക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ദീനിൻ്റെ അഭ്യർത്ഥന, കൽപ്പന അങ്ങനെയാണ്. അപ്പോൾ ഇഹ്റാം ചെയ്ത ആളുടെ പരിശുദ്ധിയാണ്. ഇഹ്റാം ചെയ്ത ആൾ അള്ളാഹുവിൻ്റെ വിരുന്നുകാരനാണ്, ളുയൂഫുർ റഹ്മാനാണ്, അള്ളാഹുവിൻ്റെ അതിഥിയാണ്. അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമാണ് അയാളോട്. അയാൾ ചെയ്യുന്ന ദുആ അള്ളാഹ് സ്വീകരിക്കും. ഇഹ്റാം ചെയ്ത ആൾ അള്ളാഹുവിനോട് എന്തു പറഞ്ഞാലും ആ ദുആ അള്ളാഹ് സ്വീകരിക്കും. അയാളുടെ ദോഷങ്ങൾ മുഴുവനും വിട്ടുപുറത്ത് മാപ്പാക്കും. അതുപോലത്തെ ഒരു പ്രതിഫലം ആ പ്രതിഫലം കിട്ടൂല, അത് അതിന് തന്നെയാണ്. അതുപോലത്തെ ഒരു പ്രതിഫലം ഈ കാര്യം ചെയ്ത ആൾക്ക് കിട്ടും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയകളൊക്കെ വേണ്ടാത്തരത്തിനും അതുപോലെ എല്ലാ കളവുകൾക്കുമൊക്കെ വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും നന്മകൾ എത്തിക്കണം, നന്മയുടെ പ്രചാരകരാവണം. ഇതുപോലെയുള്ള നന്മകൾ ഈ ഒരു ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഓരോ ദിവസങ്ങളിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ അറിയിക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.